ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. ഈ ഡി മണി അടക്കമുള്ള ആളുകളെ ചോദ്യം ചെയ്യുകയായിരുന്നു SIT. ഇപ്പോൾ ഇവരെ വിട്ടയച്ചു. ഡി മണിയെയും ബാലമുരുകനെയും ചോദ്യം ചെയ്ത് വിട്ടയച്ചു SIT എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇരുവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല, ഒന്നും പ്രതികരിക്കാതെ മടങ്ങുകയായിരുന്നു എന്നാണ് സലീം മാലിക് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ സലീം മാലിക് തത്സമയം ചേരുന്നു. സലീം, SITയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ദിനമായിരുന്നു. അതായത് ഈ സ്വർണ്ണക്കൊള്ള, ഒപ്പം വിഗ്രഹക്കടത്ത്, ഇതുമൊക്കെ ആയി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ലീഡാണ്, ഒരു മുഖ്യ കണ്ണിയാണ് ഡി മണി എന്നൊക്കെ രീതിയിലുള്ള അനുമാനങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. അത് തെറ്റാണെന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ ചോദ്യം ചെയ്യൽ അത് എത്ര മണിക്കൂർ നീണ്ടു? എന്തുകൊണ്ട് ഡി മണിയെ ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നു SIT? പ്രജിൻ 6 മണിക്കൂറിലധികം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഡി മണിയെയും ഒപ്പം ബാലമുരുകനെയും ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ ഇപ്പോഴും ഇവിടെ ഈ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ ശ്രീകൃഷ്ണനെയും ഇവിടെ നിന്നും വിട്ടയക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഡി മണിയെ വിട്ടയച്ചുവെങ്കിൽ പിന്നീട് സ്വാഭാവികമായും മറ്റുള്ളവരും ആ കേസുമായി ബന്ധപ്പെട്ട് തൽക്കാലം അറസ്റ്റ് ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ കാരണം ഈ ഡി മണിയെ ചുറ്റിപ്പറ്റിയാണ് മറ്റു പേരുകളെല്ലാം ഇതിലേക്ക് വന്നത്. അതിൽ തന്നെ ഈ ഇത് ഊഹാപോഹമാണോ അതല്ല കൃത്യമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം വിട്ടയച്ചതാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് നടന്ന ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മാത്രമേ നമുക്ക് ലഭ്യമാകൂ. ഇന്ന് എന്തൊക്കെ ചോദ്യങ്ങളാണ് അവരിൽ നിന്നും ചോദിച്ചറിഞ്ഞ് അതിൽ നിന്ന് എന്തൊക്കെ മറുപടി നൽകി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വൈകാതെ തന്നെ പുറത്തു വരും. എന്തായാലും ഈ ഘട്ടത്തിൽ ഡി മണിയെയും ഒപ്പം തന്നെ ബാലമുരുകനെയും അറസ്റ്റ് ചെയ്യാൻ തക്കത്തിനുള്ള ഒരു തെളിവുകളും അന്വേഷണ സംഘത്തിന് മുൻപിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അതായിരുന്നുവെങ്കിൽ അന്വേഷണ സംഘം അവരെ കൂടി അറസ്റ്റ് ചെയ്തതിന്. കാരണം മുൻ ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചതിന് ശേഷം ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മതിയായ തെളിവില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ശ്രീകൃഷ്ണൻ ആണ് ഈ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെയും വിട്ടയച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാര്യം. അതോടുകൂടി ഇന്ന് ചോദ്യം ചെയ്യാനെത്തിയ 3 പേരെയും, തമിഴ്നാട് സ്വദേശികളായ 3 പേരെയും അന്വേഷണ സംഘം വിട്ടയച്ചിട്ടുണ്ട്. മറ്റ് 2 പേരും മാധ്യമങ്ങളോട് പ്രതികരിക്കാതെയാണ് മടങ്ങിയത്. ശ്രീകൃഷ്ണനും മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിക്കുമോ എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ കാറിൽ കയറുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഈ നിലവിൽ ഈ ശബരിമല സ്വർണ്ണമോഷണം അന്വേഷിക്കുന്നതിനൊപ്പം തന്നെ ഒരു പത്തനംതിട്ട സ്വദേശിയായ വ്യവസായി പരിചയപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ ഈ അന്താരാഷ്ട്ര പുരാവസ്തു കച്ചവട ഇടപാട് സംഘത്തിനും ഇതിൽ ബന്ധമുണ്ടെന്നും വലിയ കച്ചവടവുമാണ് ഈ വിഷയത്തിൽ നടന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മൊഴിയായി നൽകിയത്, വ്യവസായി മൊഴിയായി നൽകിയത്. അതിന്റെ ഭാഗമായാണ് ഡി മണി എന്നൊരു പേര്, അത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു പേരാണെന്ന് മനസ്സിലാക്കുകയും അത് അങ്ങനെ ഒരു പേര് ഇതിലേക്ക് വരികയും ചെയ്തത്. അതിന്റെ ഭാഗമായി അന്വേഷണ സംഘം SIT തമിഴ്നാട്ടിലേക്ക് പോയി വിവരങ്ങൾ ശേഖരിച്ചിരുന്നു, ഇവരുടെ ചോദ്യം ചെയ്തിരുന്നു, വീടുകൾ പരിശോധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ചോദ്യാവലി ഉൾപ്പെടെ തയ്യാറാക്കി ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് ചോദ്യം ചെയ്യലിൽ വിളിപ്പിച്ചത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ബാലമുരുകനും ഒപ്പം ഡി മണിയും ചോദ്യം ചെയ്യലിന് ഹാജരായത്. ഉച്ചയ്ക്ക് 1:30 ശേഷമാണ് ശ്രീകൃഷ്ണൻ ചോദ്യം ചെയ്യലിനായി ഇവിടേക്ക് എത്തിയത്. അദ്ദേഹവും ഇപ്പോൾ പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹവും ഗ്ലാസ് തുറക്കാതെ തന്നെ മടങ്ങി. അങ്ങനെ ഇന്നിവിടേക്ക് ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ച 3 പേരും ഇപ്പോൾ ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് മടങ്ങിയിരിക്കുകയാണ്. 3 പേരെയും SIT ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച 3 പേരെയും, തമിഴ്നാട് ഡിണ്ടിഗൽ സ്വദേശികളായ 3 പേരെയും ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. സലീം മാലിക്കാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.